നമസ്കാരം. കർണാടകയിൽ മിഷൻ 20-മായി DK ശിവകുമാർ. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കർണാടകയിൽ നിന്നും 20 ലോക്സഭാ സീറ്റുകൾ ലക്ഷ്യമാക്കിയുള്ള പ്രചാരണ പരിപാടികൾക്ക് കർണാടകയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ് PCC പ്രസിഡന്റും ഉപമുഖ്യമന്ത്രിയുമായ DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ മുഴുവൻ MLA-മാർക്കും സംസ്ഥാനത്തെ 28 ലോക്സഭാ മണ്ഡലങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനുള്ള ചുമതല നൽകിക്കഴിഞ്ഞു DK ശിവകുമാർ. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ലോക്സഭാ മണ്ഡലങ്ങളിലും കേന്ദ്രീകരിച്ച് വലിയ രീതിയിലുള്ള പ്രചാരണ പരിപാടികൾക്കാണ് DK ശിവകുമാർ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അടുത്ത ദിവസം തന്നെ സംസ്ഥാനത്തെ ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചയിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ്. സംസ്ഥാനത്തെ ലോക്സഭാ സീറ്റുകളിൽ ഭൂരിപക്ഷവും വിജയിക്കുവാനുള്ള തന്ത്രങ്ങൾ അണിയറയിൽ മെനയുകയാണ് DK ശിവകുമാർ. കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ സംസ്ഥാനത്തെ സ്ഥാനാർത്ഥി നിർണയത്തിനുള്ള ചുമതല നൽകുവാൻ ഒരുങ്ങുകയാണ് DK ശിവകുമാർ. സംസ്ഥാനത്ത് 28 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും ജനകീയരായ യുവത്വം നിറഞ്ഞ സ്ഥാനാർത്ഥികളെയാണ് DK ശിവകുമാർ തെരഞ്ഞെടുക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം കന്നഡ മണ്ണിൽ കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ കർണാടകയിൽ കോൺഗ്രസ്. സംസ്ഥാനത്തെ ദുർബലമായി കൊണ്ടിരിക്കുന്ന BJPക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശക്തമായ തിരിച്ചടി നൽകുവാൻ ഒരുങ്ങുകയാണ് DK ശിവകുമാർ. കർണാടകയിലെ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം വലിയ രീതിയിലുള്ള മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാനാണ് DK ശിവകുമാറിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ്. സംസ്ഥാനത്ത് തീർത്തും ദുർബലമായ BJP-JDS സഖ്യത്തെ പരാജയപ്പെടുത്താനുള്ള അവസരം മുതലെടുക്കുവാനാണ് DK ശിവകുമാർ അണിയറയിലുള്ള തന്ത്രങ്ങൾ മെനയുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനപ്രിയരായ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി ദേശീയ നേതൃത്വത്തിന് കൈമാറി ഉടൻ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി തെരഞ്ഞെടുപ്പിൽ BJPയേക്കാൾ ബഹുദൂരം മുന്നേറാനാണ് DK ശിവകുമാർ കർണാടകയിൽ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്.